അപ്പോൾ മച്ചമ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സാനി കത്തെടുത്തിട്ട് ഓടി വന്ന തന്നെ അതിൻ്റെ സന്തോഷം എന്നാന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ? എന്നാ സാനി നമ്മളെ യൂട്യൂബിന്റെ പിൻ ലെറ്റർ വന്നിട്ടുണ്ടല്ലേ? നമുക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ടല്ലേ? അതന്നെ ഭയങ്കര സന്തോഷമല്ലേ? നമ്മൾ ഈ ചെറിയ ഗ്രാമത്തിലേക്ക് നമ്മളെയും തേടിയിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു ലെറ്റർ വന്നല്ലേ? അതിനെ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ? ഭയങ്കര സന്തോഷം. പിന്നെ അതപ്പോ പിന്നെ കുറെ കാലമായി നമ്മള് ഇത് കാത്തിക്കുന്നല്ലേ? എന്തോ ഒരു കൊല്ലത്തിന് മേലെ ഒരു കൊല്ലായി തുടങ്ങിയിട്ട് ഇപ്പം മോണിറ്റൈസേഷൻ ആയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ട് പെട്ടെന്ന് കിട്ടീന്. പിന്നെ ലെറ്റർ പെട്ടെന്ന് കിട്ടീന്, ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ കിട്ടീന്. ഒരാളെ 2 മാസം 3 മാസം ആകുന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കിട്ടീന്. എല്ലാവരെയും ധാരണ പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പാട് പൈസ വരുത്തുന്നതാണ്. പക്ഷേ ഇതിനൊരുപാട് ക്രൈറ്റീരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചു മോണിറ്റൈസേഷൻ ആയാൽ തന്നെ നമുക്ക് പൈസ കിട്ടുന്നല്ല എന്ന് നമ്മൾ ആദ്യമെല്ലാം വിചാരിച്ചത്. പക്ഷേ ഇപ്പം ശരിക്കും മനസ്സിലായത് മോണിറ്റൈസേഷൻ കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട്. ഞാനങ്ങനെ വിചാരിച്ചു മോണിറ്റൈസേഷൻ കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഇടുന്നതിന് നമുക്ക് പൈസ കിട്ടുന്നതാണ് അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ആകുന്നവരെയുള്ള കഷ്ടപ്പാടിനെക്കാളും കൂടുതലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ $10 നമ്മളെ പിന്നെ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടിൽ $10 ആയിട്ടാകുമ്പോൾ പിൻ ലെറ്റർ വരിക. $10 ആവാൻ തന്നെ ഏകദേശം ഒരു മാസം എടുത്തിന്. അപ്പോൾ ആദ്യത്തെ പിന്നെ ഇത് വരുമാനം കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ $100 നമ്മളെ അക്കൗണ്ടിലേക്ക് $100 ആയതിനു ശേഷം മാത്രമേ ആദ്യത്തെ വരുമാനം കിട്ടൂ. എന്തായാലും വരുമാനം കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം യൂട്യൂബിൽ ഇത്ര വരെ എത്താൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അല്ലേ സാനി? എന്തായാലും നമ്മളെ വീഡിയോ അങ്ങനെ അടക്കടക്കം നമുക്ക് കാലാകാലം കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നല്ല വീഡിയോസുകൾ, അതാണ് നമ്മൾ യൂട്യൂബിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ. പിന്നെ വരുമാനം കിട്ടിയാൽ വളരെ നല്ലത്. കാരണം നമ്മളെ അവസ്ഥയെല്ലാം അങ്ങനെയാണ്, വളരെ മോശമായിട്ടുള്ള സാമ്പത്തിക അവസ്ഥയിലാണ്. കിട്ടിയാൽ ഭയങ്കര അധികം സന്തോഷം. അപ്പോൾ നമ്മൾ ഇതുവരെ കത്ത് കാണിച്ചില്ല. ഇതാണ് നമ്മളെ ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ലെറ്റർ. അതിൻ്റെ ബാക്ക് ഭാഗമാണിത്, ഫ്രണ്ട് സൈഡ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് അതിൻ്റെ പിന്നെ ഡിജിറ്റൽ നമ്പർ ഉണ്ടാവുക. ഈ ഒരു 6 അക്ക നമ്പറാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. കാരണം നമ്മൾ ഇതുവരെ പൊളിച്ച് നോക്കിയില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആ നമ്പർ നമ്മളെ ഗൂഗിൾ ആഡ്സെൻസിൽ അടിച്ചു കൊടുക്കുക വേണ്ടത്. അപ്പോൾ സാനി പറയുന്നത് ഞാൻ തന്നെയാണത് പൊളിക്കുവാന്ന്. സാനിന് ഇഷ്ടം പോലെ സാനി തന്നെ പൊളിച്ചോട്ടെ. അതിൻ്റെ സൈഡിൽ നിന്ന് സാനി തന്നെ പൊളിച്ചു നോക്കട്ടെ. അതിന് കട്ടിങ് എല്ലാം ഉണ്ട് സാനി, കറക്റ്റ് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. 3 ഭാഗത്തും കട്ടിങ് ഉണ്ട്. അപ്പോൾ അതിനകത്തുള്ള നമ്പറാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അകത്ത് അടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം വീണ്ടും 2 വെരിഫിക്കേഷനും കൂടിയുണ്ട്. ഒന്ന് പിന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ വെരിഫിക്കേഷൻ, അങ്ങനെ 1-2 എണ്ണം കൂടി ഇനിയും ബാക്കിയുണ്ട് അത്ര. എന്നിട്ടാകുമ്പോൾ മാത്രമേ നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ വരൂ. സാനി ലെറ്ററെല്ലാം പൊളിച്ചിട്ടുണ്ട്. സാനി കൊടുത്തു സാനി കാണിക്കാതെ? 3 സൈഡ് പൊളിക്കാനുണ്ടല്ലേ? സാനി എല്ലാം പൊളിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം പിന്നെയും ഒരുപാട് പണിയുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഇതായാലും പെട്ടെന്ന് പൈസ കിട്ടുമൊന്നുമില്ല. ഇത് നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യണം. ഗൂഗിൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ടും നമ്മളെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടെല്ലാം അതിനുള്ള എന്തെല്ലോ പണിയുണ്ട്. തന്നെ ഒന്ന് തുറന്നു കൊടുത്ത്. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായല്ലോ, 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര വേഗം നമുക്കിങ്ങനെ പിൻ ലെറ്റർ വരുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെ കഷ്ടപ്പാടും, പിന്നെ സുഭാഷ് ഏട്ടൻ ഡെയിലി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് സമയം കിട്ടുന്നത്, ആ സമയത്തെല്ലാം നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവും. നമ്മളതിൻ്റെ അകത്ത് ചേരുവെല്ലാം കൂടി ചെയ്തിട്ട് നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ശരിക്കും നല്ല 1 വർഷത്തിൽ ശരിക്കും നല്ല ഹാർഡ് വർക്ക് തന്നെ അല്ലേ? ശരിക്കും യൂട്യൂബിൽ എന്ന് പറയുന്നത് ചില ആൾക്കാർ ചോദിക്കുക എന്നാൽ നമ്മൾക്ക് പിന്നെ റീച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള എളുപ്പവഴി എന്നാണ്. സംഭവം ഒരു എളുപ്പവഴിയിലില്ല. ഇതിലുള്ള ഏറ്റവും വലിയ എളുപ്പവഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തോളുക, അതിനുള്ള പ്രതിഫലം എന്തായാലും കിട്ടും. നമ്മളൊന്നും ചെയ്യാണ്ട് നമ്മൾ യൂട്യൂബിനെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പറഞ്ഞുകൊണ്ടിരിക്കലേ ഉണ്ടാവില്ല. മറ്റ് യൂട്യൂബിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൽ നിന്നൊരു വരുമാനം കിട്ടും. അപ്പം കൂടുതൽ വലിച്ചു നീട്ടിയിട്ട് ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, വലിയൊരു വീഡിയോ ആക്കുന്നില്ല. അതിന് മുമ്പേ തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മതിയാക്കുമെന്ന്. യൂട്യൂബിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എളുപ്പമാർഗ്ഗങ്ങളൊന്നുമില്ല, അതാണ് നമുക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തോളൂ, അതെ, നല്ലോണം കഷ്ടപ്പെട്ടുവിടുക, വേറെ വഴിയൊന്നുമില്ല. അതിനെന്തായാലും ഒരു പ്രതിഫലം കിട്ടും. നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ച് വീഡിയോ കുറവാണ്. കാരണം എനിക്ക് ജോലിക്കെല്ലാം പോകേണ്ടതുകൊണ്ട് വീഡിയോ എല്ലാം കുറച്ച് വളരെ കുറവാണ്. എന്നാലും അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തിയിട്ട് നമ്മൾ ഇവരെല്ലാം ടൈമെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പരമാവധി വീഡിയോ ചെയ്യലുണ്ട്. മാക്സിമം പറ്റുന്ന വീഡിയോ എല്ലാം ചെയ്യലുണ്ട്. സത്യത്തിൽ നമ്മൾ മോണിറ്റൈസേഷൻ ആവുന്ന പോലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ?
നമുക്ക് ഇത്ര വേഗം എന്നല്ല നമുക്ക് ആവും ഇപ്പോഴേന്നും ആവുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിറകിൽ. എല്ലാവരും ആരായാലും, ഞാനായാലും, ബിന്ദു ആയാലും, സനു ആയാലും, സാനി ആയാലും, തേജു, പിച്ചു, ഇവരെല്ലാം എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ എല്ലാം വീഡിയോന് എടുക്കാനും വരും. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും എല്ലാം നല്ല സപ്പോർട്ട് ചെയ്യലുണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള അസീബ എല്ലാം ഡെയിലി പറയുന്ന വീഡിയോ ഇടണം എന്നിട്ട് അങ്ങനെ ഡെയിലി നമ്മളെ സപ്പോർട്ട് ചെയ്യലുണ്ട്. എല്ലാ വീഡിയോ ഇട്ടാലും അപ്പാടെ കാണും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെ നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഒന്ന് പെട്ടെന്ന് വന്നിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യുക. ബൈ.